ജലീൽ പുനലൂർ, ഇവിടെ സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത് നേരത്തെ വിദ്യാസാഗർ ഗുരുമൂർത്തിയൊക്കെ ഉന്നയിച്ചതാണ്. അതായത് ഒരു ഭാഗത്ത് CPM-ന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ പഹൽഗാം, താങ്കൾ പറയുന്നു ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ചെങ്കോട്ട വിഷയത്തിൽ ആരാണ് ചെയ്തത് എന്നറിയില്ല, അല്ലെങ്കിൽ ഇവിടെ വലിയ പ്രതിഷേധം നടന്നേനെ എന്നുള്ള രീതിയിലാണ് താങ്കൾ പറഞ്ഞത്. പഹൽഗാമിൽ മതം ചോദിച്ചുകൊണ്ട് ആളുകളെ കൊല്ലുന്നത്, അതായത് കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ചൊല്ലാൻ അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ ജീവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വെടിയുതിർക്കുന്നതിൻ്റെ വീഡിയോകൾ ഉൾപ്പെടെയുണ്ട്. അതിനി ഏതെങ്കിലും ഏജൻസി വന്നിട്ട് അത് മുസ്ലിം തീവ്രവാദികളാണ് ചെയ്തത് എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. മറ്റൊരു വിഷയം, ഇവിടെ സേവ് ഗാസ എന്ന പേരിൽ CPM-ന്റെ നേതൃത്വത്തിൽ, ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് പഹൽഗാം വിഷയത്തിൽ അല്ലെങ്കിൽ ചെങ്കോട്ട വിഷയത്തിൽ കാര്യമായ പ്രതിഷേധം ഉണ്ടാകുന്നില്ല? അവിടെയാണ് ഈ ചോദ്യം. എന്തുകൊണ്ട് ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഒരു വാക്ക് പോലും ഉയർത്താൻ ഇടതുപക്ഷത്തിന് കഴിയുന്നില്ല എന്ന ചോദ്യം അവിടെ ഉയർന്നു വരുന്നത്. പഹൽഗാം വിഷയത്തിലടക്കം ഈ രാജ്യത്ത് എന്നൊക്കെ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതിനെതിരായിട്ട് ഈ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്ത ഒരു പ്രസ്ഥാനമാണ് CPIM ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അതിനെ സംബന്ധിച്ച് ഈ അടുത്ത കാലം വരെ സ്വന്തം ആസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്താതിരുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത് അപഹാസ്യമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെയും ഒക്കെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്ന ആ പതിവ് പരിപാടിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലാണ് ഇത്തരം ആളുകൾക്ക് നല്ലതെന്ന് ആദ്യമേ പറയട്ടെ. പിന്നെ ഇവിടെ മദ്രസയെ സംബന്ധിച്ച് പറഞ്ഞു, ഞാൻ വെല്ലുവിളിക്കുക, ചങ്കൂറ്റമുണ്ടെങ്കിൽ ഏറ്റെടുക്കുക. ഏത് മദ്രസയിലാണ് സഹോദരി പഠിച്ചത്? എന്നോടൊന്ന് ഞാൻ 8 വർഷം മദ്രസയിൽ പഠിച്ച ആളാണ്. അല്ല, അതാ പറഞ്ഞത്. അപ്പൊ പഠിക്കാത്ത കാര്യം പറയരുതല്ലോ. അപ്പൊ തുറന്ന് സമ്മതിക്കും, ഞാൻ പഠിക്കാത്ത കാര്യമാണ് പറയുന്നത്. ഞാൻ 8 വർഷം മദ്രസയിൽ പഠിച്ചതാ. പഠിച്ച മദ്രസയുടെ പേര് പറയാം, അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാം. 2 വർഷം അറബി കോളേജിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ. ഇത് ശരിയല്ല, ഇതാണ് അസഹിഷ്ണുത. പറഞ്ഞിട്ട് പോകുക, ഒരാൾ മറുപടി പറയുമ്പോൾ പറയാൻ അനുവദിക്കാതിരിക്കുക, അത് ഫാസിസ്റ്റ് ശൈലി, അത് പാടില്ല. ഞാൻ പഠിച്ച മദ്രസയിൽ എന്നെ പഠിപ്പിച്ചത് താങ്കളെ സഹോദരി എന്ന് വിളിക്കാനും താങ്കളോട് സ്ത്രീത്വം എന്നുള്ള നിലയിൽ അതിയായ മാന്യത കാട്ടാനും എന്നെ പഠിപ്പിച്ചത് മദ്രസയാണ്. അന്യൻ്റെ അതിര് മാന്തരുതെന്നും അന്യൻ്റെ മുതൽ കക്കരുതെന്നും എന്നെ പഠിപ്പിച്ചത് മദ്രസയിൽ നിന്നാണ്. പ്രായത്തിൽ മൂത്ത ആളുകളോട് ബഹുമാനാദരവുകൾ കാട്ടണമെന്നും ശത്രുവിനോട് ദയ കാണിക്കണമെന്നും ഒക്കെ എന്നെ പഠിപ്പിച്ചത് മദ്രസയിൽ നിന്നാണ്. ആരെങ്കിലും കേൾക്കൂ, എന്തൊക്കെയാ പറയുന്നേ? തക്കിയ എന്ന് പറഞ്ഞ ഇത്രയും വർഷം അറബി കോളേജിൽ പഠിച്ച എനിക്ക് ഈ തക്കിയ എന്ന് പറയുന്ന സാധനം ആദ്യം ഇപ്പൊ ഗുരുജിയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും എന്താണ് തക്കിയ എന്നിട്ട് പറയുന്നത്? തക്കിയ പ്രകാരം എല്ലാ ഹിന്ദുക്കളെ അങ്ങ് കൊല്ലാനാ. ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. എന്നോടൊപ്പം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചവർ, അതിനുശേഷം ദീർഘകാലം ഗൾഫിൽ ലേബർ റൂമിൽ കഴിഞ്ഞ 100 കണക്കിന് ഹൈന്ദവ സഹോദരങ്ങളുമായിട്ട് ഞാൻ താങ്കളെ ചലഞ്ച് ചെയ്യുന്നു. ഒരാൾ പറയട്ടെ, അവരോട് അസഹിഷ്ണുത പോയിട്ട് ഏതെങ്കിലും സ്നേഹക്കുറവ് കാട്ടിയിട്ടുണ്ടോ? പിന്നെ മറ്റൊന്ന് പറയുന്നു, കേരളത്തിലെ മുസ്ലിങ്ങൾ സാമ്പത്തികമായിട്ട് ഉയർന്നാൽ ഭയക്കണമെന്ന്. എന്തെങ്കിലും നിങ്ങൾ എത്ര അപഹാസ്യരാകുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ മലയാളി സമ്പന്നൻ യൂസുഫ് അലിയാണ്. അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോകുന്നത് ആർക്കാണെന്ന് പത്തനാപുരത്തെ ഗാന്ധി ഭവൻ ഉടമ സോമരാജാണന്റെ അടുത്ത് പോയി ചോദിച്ചാൽ അറിയാം. അപ്പൊ കേരളത്തിലെ പൊതു ഹൈന്ദവ സമൂഹം നിങ്ങളുടെ ഈ ജൽപ്പനങ്ങളെ പുച്ഛിച്ചു തള്ളുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് താങ്കൾ ഒരു ഗുരുജിയാണെങ്കിൽ താങ്കളോട് ഞാൻ പറയുന്നത് പലപ്പോഴും പറയാറുള്ളത് പോലെ മഹനീയമായ ഹൈന്ദവ ദർശനത്തിലേക്ക് താങ്കൾ മടങ്ങുക. BJPക്ക് ഒരു ലക്ഷ്യമുണ്ട്. അല്ലല്ല, ഞാൻ പറഞ്ഞു, BJPക്ക് ഒരു ലക്ഷ്യമുണ്ട്, അത് രാഷ്ട്രീയമാണ്. അവരിൽ നല്ല ആളുകളുണ്ട്. RSSലും അവരുടെ ആശയത്തോടെയുള്ള എതിർപ്പ്, അവരുടെ ദേഹങ്ങളോട് നമുക്ക് റെസ്പെക്റ്റാ. പക്ഷെ അതിനർത്ഥം കേരളത്തിൻ്റെതായി തനിമയെ നശിപ്പിക്കരുത്. അതിനൊപ്പം തന്നെ നിങ്ങൾ ഹൈന്ദവ ദർശനത്തെ നശിപ്പിക്കരുത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ പറഞ്ഞത് അൽ-ഖായിദയും സുഡാനും ഒക്കെയാണ്. ഈ അൽ-ഖായിദയും സുഡാനും ഒക്കെ നമുക്ക്, ഈ സുഡാൻ അവിടെ മരിക്കുന്ന ആരാ? മുസ്ലിങ്ങളാ. മുസ്ലിങ്ങൾ മറ്റുള്ളവരെ കൊല്ലുക, അതാ രാജ്യത്തിന്റെ ആഭ്യന്തര കലാപമാണ്. അല്ല, അവിടുത്തെ 10-35 ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള സമര പോരാട്ടമാണ്. അത് മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതല്ല, ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. അങ്ങനെ പറയരുത്. സ്കൂളുകളിൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി, ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോയി കൊന്ന സംഘടനയാണ്. മുസ്ലിം
രാജ്യങ്ങളാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത്. താങ്കൾ എന്തിനും മതത്തിന്റെ ചായ്വ് കൊടുക്കണ്ട. ശ്രീലങ്കയിൽ LTT നടത്തിയത് സ്വാതന്ത്ര്യമാണ്, അവരുടെ സ്വാതന്ത്ര്യം. അത് ഹിന്ദു ഭീകരരെ അടുത്ത കാലം വരെ ഏറ്റവും വലിയ ഹിന്ദു രാഷ്ട്രമായിരുന്നു. ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊന്ന സംഘടനയാണ് ബൊക്കോ ഹറാം. ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന ഭീകര സംഘടനയാണ്. താങ്കൾ പറഞ്ഞു എന്താ ഈ ജലീൽ മദ്രസ നേരെ ജനൻഡിയുടെ സ്റ്റുഡിയോയിലേക്ക് വന്നാ തോന്നുന്നു. അല്ല, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടില്ല. താങ്കളെ പോലെ സഹോദരിയെ പോലെ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല. ഞാൻ മാന്യമായി പഠിച്ചു. ഞാൻ താങ്കളെ വെല്ലുവിളിച്ചു. എന്റെ ഈ 56 വയസ്സുകാലത്തെ ജീവിതത്തിനിടയിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ ചലഞ്ച് ചെയ്യാൻ താങ്കൾക്ക് നട്ടലുണ്ടെങ്കിൽ ഏറ്റെടുത്തോ. ഒരു ഹൈന്ദവ സഹോദരൻ എന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു മദ്രസയിൽ പഠിച്ച, അറബിക് കോളേജിൽ പഠിച്ച, മതം പഠിച്ച ഞാൻ പഠിച്ച മതമാണ് യൂസുഫ് അലി കാട്ടുന്നത്. ഞാൻ പഠിച്ച മതമാണ് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളിലെ പ്രമാണിമാരെ എല്ലാവരും കാട്ടുന്നത്. അല്ല, ഹിന്ദു സഹോദരങ്ങളും അങ്ങനെ തന്നെയാണ്, ക്രിസ്തീയ സഹോദരങ്ങളും അങ്ങനെയാണ്. പക്ഷെ താങ്കളെ പോലെയുള്ള ചില വിഷജന്തുക്കൾ എന്ന് ഞാൻ താങ്കൾ വിഷയത്തിൽ മാറിപ്പോന്നു. ഞാൻ ചോദിക്കുന്നത്, എന്റെ ചോദ്യം എന്തുകൊണ്ട് പഹൽഗാം പോലെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധമില്ല, ഗാസ വിഷയത്തിൽ പ്രതിഷേധിക്കുന്നു? ആ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറയൂ. സുഡാനിൽ ആയുധം കൊടുക്കുന്നത് UAE ആണെന്ന് താങ്കൾ ആരോപിച്ചല്ലോ. താങ്കളെ പോലുള്ള ഒരു ഗുരുജി വന്ന് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അതോറിറ്റി, കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിദേശമന്ത്രിയോ അല്ലെങ്കിൽ ഒരു വിദേശകാര്യ വക്താവ് ആർജവത്വമുണ്ടെങ്കിൽ പറയട്ടെ, UAE ആണ്. ഇവിടെ അൽ ജസീറയും അതുപോലെ ഈ മീഡിയ കൊണ്ട് മാത്രം സംസാരിക്കില്ല. അതുകൊണ്ട് അത്തരം പറഞ്ഞു വരണം. മുസ്ലിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ തക്കിയ, കുറെ കാലം കൊണ്ട് പറയുന്നത്. എനിക്കത് എന്താണെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ ജലീൽ സത്യം പറഞ്ഞാൽ ഒന്നാന്തരം പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് ആണ്. ജലീൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ജലീൽ പറഞ്ഞല്ലോ എനിക്ക് തക്കി എന്തെന്നറിയില്ല, ഇസ്ലാം എന്തെന്നറിയില്ല. ജലീൽ പറഞ്ഞോട്ടെ, ജലീൽ പറയുന്നിടത്ത് ഞാൻ വരാം, ഞാൻ വരാം, ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു, ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു, ജലീലെ ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഖുർആനെ സംബന്ധിച്ച് തക്കി എന്താണ് നിങ്ങൾ ഈ ഇതര മതസ്ഥരോട് നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ എന്താണ് ഉള്ളത് എന്നതിനെ പറ്റി ഞാൻ പഠിച്ചു വെച്ചതും നിങ്ങൾ പഠിച്ചതും ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ഞാൻ തയ്യാറാണ്. ചർച്ചയ്ക്ക് ഐ അക്സെപ്റ്റ് ദ ചാലഞ്ച്. താങ്കൾ പഠിച്ച വിദ്യാലയത്തിന്റെ പേരെന്താണ്? ഖുർആനിലെ ഏത് സൂക്തമാണെന്ന് പഠിച്ചാൽ വിദ്യാലയം വേണ്ട, നിങ്ങൾ ചർച്ചയ്ക്ക് വെച്ചോ. ഞാൻ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഖുർആനിൽ പറയുന്നുണ്ടോ മറ്റു മതക്കാരെ കൊല്ലാൻ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്? താങ്കൾ മറുപടി പറയൂ. ഒരിടത്തല്ല, 100 ഇടങ്ങളിൽ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും ഞാൻ മനസ്സിൽ തോന്നുന്ന പറയാം. ഖുർആനിൽ ഏറ്റവും അവസാനമായിട്ട് മുഹമ്മദ് നബിക്ക് വെളിപ്പെട്ടതായി പറയപ്പെടുന്ന 9-ാം അധ്യായം അത്തൗബയിലെ 9-ാം അധ്യായത്തിലെ സൂക്തമാണ്, നിങ്ങൾ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ഒരു അവിശ്വാസിയെ എവിടെ വെച്ച് കണ്ടു, അതായത് ബഹുദൈവ ആരാധകനെ കണ്ടെത്തിയെടുത്ത് വെച്ച് കഴുത്തറുത്ത് കൊല്ലുക എന്ന് പരമ കാരുണികനായ ദൈവത്തിന് ആജ്ഞയുണ്ട്. ഞാൻ പഠിച്ച ഖുർആൻ പറയട്ടെ. അതുപോലെ അതേ അത്തൗബയിൽ, അതേ തൗബ എന്ന അധ്യായത്തിൽ 28-ാമത്തെ സൂക്തത്തിൽ പറയുന്നു, ഈ അവിശ്വാസികൾ ബഹുദൈവ ആരാധകരും അശുദ്ധരാണ്. 9-ാം അധ്യായത്തിൽ 28-ാമത്തെ സൂക്തം നിങ്ങൾക്ക് ഇപ്പൊ എടുത്തു നോക്കാം. അങ്ങനെ ഓർമ്മയിൽ ഇരിക്കുന്ന 100 സൂക്തങ്ങളുണ്ട്. പോട്ടെ, ഈ സൂക്തങ്ങളുടെ തഫ്സീറുകൾ അടക്കം, അതുപോലെ അതിന്റെ ബുഖാരി, ഇമാം ബുഖാരിയുടെയും മറ്റും അതിന്റെ സുന്നകള് എല്ലാം ഞാൻ വായിച്ചിട്ടാണ് പറയുന്നത്, അല്ലാതെ വെറുതെ വിളിച്ചു പറയല്ല. പിക്താളിന്റെ ലോകം അറിയപ്പെടുന്ന പിക്താളിന്റെ ഖുർആൻ പരിഭാഷയാണ് ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ചർച്ചയ്ക്ക് വിളിക്കാൻ ഞാൻ വരാം. നിങ്ങൾ പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ ശരിയെന്ന് പൊതുജനം തീരുമാനിക്കട്ടെ. ഞാൻ പഠിച്ച ഖുർആനെ സംബന്ധിച്ച് താങ്കളോടൊന്ന് പറയട്ടെ. എന്നെ പഠിപ്പിച്ച, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, കൃത്യമായി എന്നെ പഠിപ്പിച്ചത്, അകാരണമായി ഒരു മനുഷ്യനെ നീ കൊന്നാൽ ഭൂമി ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് നാളെ പരലോകത്ത് നീ പറയുന്ന പരിശുദ്ധ ഖുർആനാണ് ഞാൻ ഖുർആനല്ല ചർച്ച ചെയ്യുന്നത്. നമുക്ക് വിഷയത്തിൽ നിന്ന് പോവുകയാണ്. ശ്രീ റോണി കെ ബേബിയിലേക്ക് കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോ ഈ വിഷയത്തിൽ ഈ ഡൽഹി സ്ഫോടനത്തിൽ അറസ്റ്റിലായ ഒരു മഹാനുണ്ട്,
ഒരു മദ്രസ അധ്യാപകൻ, അയാളുടെ പേര് ഇർഫാൻ അഹമ്മദ് വാഗ, അയാൾ ഇമാം ഫ്രം ഷോപ്പിയാൻ, ജമ്മു ആൻഡ് കശ്മീരിലെ ഒരു മത അധ്യാപകനാണ്. ഈ ഡോക്ടർമാരെ അത്രയും ഇസ്ലാമിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് റാഡിക്കലൈസ് ചെയ്ത് ഇസ്ലാമിക ഭീകരവാദം പഠിപ്പിച്ചതും ഒരു മദ്രസ അധ്യാപകനാണ്. ഇർഫാൻ അഹമ്മദിനോട് പോയി ചർച്ച ചെയ്ത് ജലീലെ, അയാളെ മനുഷ്യത്വം പഠിപ്പിക്കുക, വിദ്യാസാഗറിനെ അല്ല. ഇവര് പ്രഖ്യാപിക്കട്ടെ ഇവരെല്ലാം ഹിന്ദുക്കളാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളാണ് ഇവിടെ നടക്കുന്നത്.